ഹിന്ദി കൊമേഡിയൻ കുനാൽ കമ്രയ്ക്കെതിരായി മഹാരാഷ്ട്ര ഗവൺമെന്റ് കേസെടുത്തു. കുനാൽ കമ്ര ഇന്ത്യയിലെ പോപ്പുലറായ ഒരു സ്റ്റാൻഡപ്പ് കോമേഡിയനാണ്. നിന്നുകൊണ്ട് അദ്ദേഹം കോമഡി സംസാരിക്കും മണിക്കൂറുകളോളം. അദ്ദേഹത്തിന് ഇന്ത്യ മുഴുവൻ ഫാൻസുകളുണ്ട്. എവിടെ ചെന്നാലും ആൾക്കൂട്ടം പെരുമ നമുക്കവിടെ കാണാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വിമർശനം കുമ്ര അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായ ഷിൻഡെയ്ക്കെതിരായിട്ടാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം സ്റ്റാൻഡപ്പ് കോമഡി നടത്തിയ ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ അവിടെ ഏകനാഥ് ഷിൻഡെയുടെ ഫോളോവേഴ്സ് കയ്യേറി. അവിടുത്തെ ബോംബെയിലെ ബ്രിഹാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ അവർ അത് ഇടിച്ചു നിരത്തി. വലിയ നാശനഷ്ടമുണ്ടായി. കുനാൽ കമ്രയുടെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി നടത്തിയ സ്റ്റുഡിയോ ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ ആണ്. അതാണ് തകർക്കപ്പെട്ടത്. അതിന് അനധികൃതമായ ചില ഭാഗങ്ങൾ കൺസ്ട്രക്ഷൻ നടത്തിയെന്ന ആരോപണത്തിലാണ് കോർപ്പറേഷൻ അധികാരികൾ ഉപമുഖ്യമന്ത്രി ഷിൻഡെ അപമാനിച്ചതൊപ്പം തന്നെ അത് ഇടിച്ചു നിരത്താൻ കാരണം. ഭീകരമായ ഒരു അക്രമം അവിടെ നടന്നു. പക്ഷേ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡെ അദ്ദേഹം പറഞ്ഞു, ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ അടിച്ച തകർത്തിൽ എൻ്റെ ആൾക്കാർ ഞാൻ സംരക്ഷിക്കത്തില്ല. എൻ്റെ ആൾക്കാരാണേലും അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കില്ല, അക്രമത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിവസേന ഫോളോവേഴ്സാണ് ഈ കുനാൽ കമ്രയുടെ ഹാസ്യരൂപേണയുള്ള ആ വിമർശനം, അദ്ദേഹത്തിൻ്റെ പാട്ട് അത് കുറുക്കിക്കൊള്ളുകയും ഷിൻഡെയുടെ ഫോളോവേഴ്സ്, ശിവസേന ഫോളോവേഴ്സ് അദ്ദേഹം ആ സ്റ്റാൻഡപ്പ് കോമഡി നടത്തിയ ആ ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ അടിച്ചു തകർക്കുകയും ചെയ്തു. പൊളിറ്റിക്കൽ വിമർശനം, സോഷ്യൽ സട്ടയർ ഒക്കെ ആയിട്ട് പലരും ഇന്ത്യ മുഴുവൻ നടത്തുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ്. അതിൻ്റെ അകത്ത് വൾഗാരിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഒരു നടപടി എടുക്കാൻ കഴിയില്ല. പക്ഷേ ബോംബെ പോലീസ് കുനാൽ കമ്രയ്ക്കെതിരായിട്ട് കേസെടുത്തു. ഒരു കേസ് മാത്രമല്ല, ശിവസേനയുടെ ഫോളോവേഴ്സ് പല പോലീസ് സ്റ്റേഷനിലെത്തി. ഡിജിറ്റൽ ഒഫൻസ് ആയതുകൊണ്ട് എത്ര കേസ് വേണമെങ്കിലും എടുക്കാം. പല പോലീസ് സ്റ്റേഷനിലും കേസെടുത്തു. അങ്ങനെ ആ വിവാദമായ ആ പരാമർശം അത് അവസാനിപ്പിച്ച് അതിന് ക്ഷമ പറയണമെന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത്. നേരത്തെ ഏകനാഥ് ഷിൻഡെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം പൊളിറ്റിക്കലായ ചില പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി. അതേസമയത്ത് ശിവസേനയുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ ആ മഹാരാഷ്ട്ര ഗവൺമെൻറ് നിലനിൽക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഏതായാലും അദ്ദേഹത്തിനെതിരായിട്ട് പല പോലീസ് സ്റ്റേഷനും കേസെടുത്തിരിക്കുകയാണ് കുനാൽ കമ്ര. പക്ഷേ പോലീസ് പല സന്ദർഭത്തിലും അദ്ദേഹത്തിനെ വിമർശിക്കുകയും അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് ഹാജരായില്ല എന്നുള്ള രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി വരുന്നുണ്ട്. ഏതായാലും താൻ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നില്ല, വിവാദം അവസാനിക്കട്ടെ, വിവാദം അവസാനിക്കുന്നിടം വരെ ആ വ്യക്തി അല്ലെങ്കിൽ കുനാൽ കമ്ര പുതപ്പിനുള്ളിൽ ഞാൻ ഒളിച്ചിരിക്കത്തില്ല എന്നോടെ പറഞ്ഞു കൊടുത്തു. അതും കുറച്ച് വിവാദമായി. ഏതായാലും ബോംബെയിലെ ബ്രിഹാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്തധികാരം ആ ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ തകർക്കാൻ? ആ കോർപ്പറേഷൻ അധികൃതരും വന്നു, ഇവരോടൊപ്പം ചേർന്നു. രാഷ്ട്രീയപരമായിട്ട് കുനാൽ കമ്രയെ നേരിട്ടത് അങ്ങനെയാണ്. ഏതായാലും തന്നെ പല പോലീസ് സ്റ്റേഷനിലും വിളിച്ചിട്ടുണ്ട്, താൻ ഹാജരാകാൻ തയ്യാറല്ല എന്ന് കുനാൽ കമ്ര പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിവാദപരമായ ആ ഹാസ്യാത്മകമായ ആ പാട്ടും വിമർശനവും ദിൽ തോ പാഗൽ ഹേ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ഇന്ത്യ മുഴുവൻ വളരെയധികം കളക്ഷൻ നടത്തിയ ഒരു സിനിമയാണത്. ഷാരൂഖ് ഖാൻ്റെ സിനിമയാണ്. അതിൻ്റെ മാധവി ദീക്ഷിതും അതുപോലെ തന്നെ കരിഷ്മ കപൂറും അഭിനയിച്ച സിനിമയാണത്. ഉത്തം സിംഗ് ആണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഉദിത് നാരായണൻ്റെ പാട്ട് ആണ് എനിക്ക് തോന്നുന്നത് കുനാൽ കമ്ര പാടിയതെന്ന് തോന്നുന്നു. അത് വളരെ രസകരമായി കളിയാക്കുന്ന രീതിയിൽ ഹാസ്യാത്മകമായി അവതരിപ്പിച്ചപ്പം അതിനകത്ത് ഷിൻഡെയെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്ന ഒരു വരികളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്
ആ ഹാബിറ്റാറ്റ് ആ സ്റ്റുഡിയോ ആക്രമിക്കപ്പെട്ടത്. ശിവസേനയുടെ പ്രവർത്തകർ ആണ് കൂടുതലും ആ സ്റ്റുഡിയോ വന്ന് തകർക്കാനും അതിന് അനധികൃതമായ ചില ഭാഗങ്ങൾ കൺസ്ട്രക്ഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ കോർപ്പറേഷൻ അവരോടൊപ്പം ചേർന്ന് നശിപ്പിച്ചു. പക്ഷേ ഇതിനകത്ത് ഒരു ഫണ്ണ്, ഒരു കളിയാക്കൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്ക് ഏത് രീതിയിൽ വേണേലും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന തടസ്സമില്ല. കളിയാക്കുന്ന രീതിയിലായാലും ശരിയല്ല, സഭ്യമായ ഭാഷയിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടന 19 നൽകുന്നുണ്ട്. അത് ആശയാത്മക രീതിയിലോ കളിയാക്കുന്ന രീതിയിലോ അതുപോലെ അർത്ഥവത്തായ രീതിയിലൊക്കെ നമുക്കത് അവതരിപ്പിക്കാം. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ആയ ആ ഷിൻഡെ, അദ്ദേഹം ഇപ്പോൾ ഉപമുഖ്യമന്ത്രി ആണ്. അതുപോലെ തന്നെ കളിയാക്കിക്കൊണ്ടുള്ളതാണ് ആ പാട്ടിലെ വരികൾ, ആശയാത്മകമായി പ്രവർത്തിച്ച വരികൾ എന്നുള്ള ആക്ഷേപമാണ് ഇവിടെ ശിവസേന അംഗങ്ങൾ നടത്തുന്നത്. കുനാൽ കമ്രയ്ക്ക് എതിരായുള്ള പല കേസുകളിനകത്തും പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നെങ്കിൽ അദ്ദേഹം ഹാജരാകാൻ തയ്യാറില്ല. വിവാദം അവസാനിപ്പിക്കാൻ എന്നിട്ട് പരിഗണിക്കാം. അതേസമയത്ത് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു, കുനാൽ കമ്ര ക്ഷമ പറഞ്ഞേക്കുക, വിവാദം അവസാനിപ്പിക്കാം, കേസുകൾ പിൻവലിക്കാം എന്നുള്ള രീതിയിൽ ഒരു ക്ഷമാപണം നടത്തണം. അത്ര ഉള്ള കാര്യമേ അതിനകത്ത് ഉള്ളൂ എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രിയും പറയുന്നത്. എന്തായാലും ആ ഹാബിറ്റാറ്റ് സ്റ്റുഡിയോയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ പല വിധികളും നമുക്കാർക്കും ഒരു രാഷ്ട്രീയപരമായ വിരോധം ഉണ്ടെങ്കിൽ അവിടുത്തെ കോർപ്പറേഷനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഉപയോഗിച്ച് പല കെട്ടിടങ്ങളും UP-യിൽ അടിച്ചു തകർക്കുകയും നിരപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ആ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഒരാളെപ്പറ്റി ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയപരമായി അയാൾക്ക് എതിരായിട്ടൊരു തീരുമാനം ഭരണകക്ഷി നടത്തുന്നെങ്കിൽ അയാൾ പണിതിരിക്കുന്ന കെട്ടിടം ഇടിച്ചു നിർത്തിയല്ല മറുപടി പറയേണ്ടത്, അതിന് അധികാരമില്ല. അങ്ങനെ അനധികൃതമായ ഒരു കെട്ടിടമാണെങ്കിൽ ഈ ഒരു വിവാദമായ പ്രസ്താവന വന്നപ്പോൾ അയാളുടെ വീട് കുടുംബമൊക്കെ അടിച്ചു തകർക്കണമെങ്കിൽ അല്ലെങ്കിൽ പൊളിച്ചു നീക്കണമെങ്കിൽ അതിനവർക്ക് കൃത്യമായ നോട്ടീസ് കൊടുത്ത് അത് അനധികൃതമായ കൺസ്ട്രക്ഷൻ ആണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബോംബെയിലെ ഇപ്പോൾ ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ അടിച്ചു നിർപ്പാക്കിയത് തീർച്ചയായിട്ടും അതിന് നിയമപരമായ നടപടിയിലേക്ക് നീങ്ങും. അതിനകത്ത് കുനാൽ കമ്രയുടെ ആ വിവാദമായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ കുറ്റകൃത്യം ചെയ്ത് ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ അടിച്ചു തകർത്തിയവരെ ആ ഷിൻഡെയുടെ ശിവസേന സംരക്ഷിക്കില്ല എന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ക്ഷമ പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കാൻ. ഏതായാലും വിവാദം അവസാനിക്കുന്നിടം വരെ താന് പുതപ്പിനകത്ത് ഒളിച്ചിരിക്കത്തില്ല എന്ന് കുനാൽ കമ്ര മറുപടിയും കൊടുത്തു.